എല്ലാ കുട്ടികളും സുഹൃത്ത് സാറാണ്. നമ്മുടെ +2 സേ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം നമ്മളിങ്ങനെ ഫെയിൽഡ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ ഈ ചാനലിൽ കൂടെ എല്ലാ വർഷങ്ങളിലും കൊടുക്കുന്നതാണ്. ഒത്തിരി കുട്ടികൾക്ക് നല്ല പ്രയോജനം ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൂഫ് വരെയുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും നല്ല പോലെ ഇതിനെ കാണുകയും മാക്സിമം ഒത്തിരി കുട്ടികളോട്ട് ഷെയർ ചെയ്യാറുണ്ട്. നമുക്കതിൻ്റെ അകത്ത് നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യം കുട്ടികൾക്ക് പ്രയോജനം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. ഇന്ന് നമ്മുടെ വിഷയം ഇപ്പോൾ ഫെയിൽഡായ കുട്ടികൾ. കഴിഞ്ഞ വർഷമായിരുന്നല്ലോ അവർ ഫെയിൽഡ് ആകുന്നതിന് മുമ്പ് ജയിക്കാൻ വേണ്ടി പഠിച്ച ഒരു വർഷം. പക്ഷെ നമ്മൾ ആ പഠിത്തത്തിൻ്റെ രീതി നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചുമ്മാ തിരിഞ്ഞു നോക്കുക എന്നുള്ള ഉദ്ദേശിച്ചത്, നിങ്ങളൊന്ന് പുറകോട്ടൊന്ന് റിവൈൻഡ് ചെയ്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളും നിങ്ങളുടെ എക്സാമിന് വേണ്ടി പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾ നന്നായി ഒന്ന് ഏകദേശം ഉഴപ്പി എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു 90% ആൾക്കാരും, ഒരു 10% ഞാൻ വിടുന്നു, ചില കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് അതുകൊണ്ട് ചിലപ്പം പറ്റിയില്ല എന്ന് വരാം. പക്ഷെ 90% കുട്ടികളും ഇപ്പോൾ ഫെയിൽഡായത് അവരവരുടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, അബദ്ധം, ഇല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയ കുറേ കാര്യങ്ങൾ, ഇതും കൊണ്ടുണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. ഇനി നിങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് എന്തായാലും ഒരു വർഷം കൊണ്ട് ഇനി നിങ്ങൾക്ക് പോയ സബ്ജക്റ്റ് പാസ്സായേ പറ്റും. അപ്പം അതിനി നിങ്ങൾ ഇനിയും കഴിഞ്ഞ വർഷം പോലെ തന്നെ ചെയ്ത കാര്യങ്ങൾ ചെയ്യരുത്. മാറ്റം വരണം. മാറ്റം വരണം എന്ന് പറഞ്ഞാൽ ഈ വർഷം നമ്മൾ ജയിക്കാൻ വേണ്ടിയുള്ളൊരു വർഷമാക്കി മാറ്റണം. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കുട്ടികളും ഇപ്പോൾ നമുക്ക് നോക്കിക്കേ, പഴയ കാലങ്ങളെക്കാളും ഒരു 4-5 വർഷത്തിനേക്കാളും മുമ്പ്, അല്ലെങ്കിൽ 3 വർഷത്തിനേക്കാളും മുൻപെന്ന് തന്നെ പറയാം, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒത്തിരി കൂടിയിട്ടുണ്ട്. ശരിയല്ലേ? ഇപ്പോൾ നമുക്ക് സ്കൂളിൽ പഠിക്കുന്നു, ട്യൂഷന് പോകുന്നവരുണ്ടാവും, ഓഫ്ലൈൻ, ഓൺലൈനായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് പേ ചെയ്ത് പഠിക്കുന്നു, 2 ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ കിട്ടുന്നു. റിസൾട്ട് നേരെ താഴോട്ട് പോയി. നിങ്ങൾ ആലോചിച്ച് ചോദിക്കുക, അതെങ്ങനെ സംഭവിക്കുന്നു? ഇത്രയും സൗകര്യം കിട്ടിയിട്ടും റിസൾട്ട് താഴോട്ടാണ് പോയത്. കഴിഞ്ഞ വർഷത്തിനേക്കാളും റിസൾട്ട് താഴോട്ടാണ് പോയത്. അതിന് മുമ്പുള്ളതിനേക്കാളും താഴെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സൗകര്യം കൂട്ടിയത് കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് ഇതിനൊന്നും മനസ്സിലാക്കിയത്. അപ്പം നിങ്ങൾ പഠിക്കാത്തതിൻ്റെ പേരിലുണ്ടായ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചല്ലത്, എവിടെയോ പറ്റിയൊരു മിസ്റ്റേക്കാണ്, അതിൽ നിന്നും കിട്ടിയൊരു ഫലമായി ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പം നമുക്ക് സൗകര്യം കൂട്ടിയിട്ടൊന്നും അല്ല കാര്യം, നമ്മൾ ഇനിയും ശ്രദ്ധിക്കണം, നമ്മളെ പഠിത്ത രീതി മാറ്റണം. ഇപ്പം പല വീട്ടിലും ഭയങ്കരമായിട്ടുള്ള കോളിളക്കങ്ങളും ഉണ്ടായി കാണും, വഴക്കുകളും പ്രശ്നങ്ങളും തല്ലും ഒക്കെ ഉണ്ടാവുകയാണ്. എല്ലാം കഴിഞ്ഞു, ഒന്ന് അടങ്ങിയിരിക്കുക. വീട്ടുകാർ നന്നായിട്ട് കുട്ടികളെ വഴക്ക് പറഞ്ഞ് കാണും. ഒന്നും നിങ്ങൾ തിരിച്ച് പറയരുത്, കാരണം അവരുടെ ഫീലിങ്സ് അതിലും വലുതാണ്. നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാതെ അവരെന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് അവരോട് തിരിച്ചൊന്നും മാതാപിതാക്കളോട് പറയരുത്. അവരത്രേ ചെയ്തുള്ളൂ എന്ന് മാത്രം മീൻസ് ഓർത്ത് സമാധാനിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഇതിനും കൂടുതൽ ബുദ്ധിമുട്ടുകളാണ്. നിങ്ങളിപ്പോൾ ഫെയിൽഡായി. ഇപ്പോൾ ഏകദേശം നമുക്ക് ഈ വർഷം 80,000 കുട്ടികളോളം എഴുതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പകുതിക്ക് താഴെ എങ്ങനെ പാസ്സായി കാണാൻ സാധ്യതയുള്ളൂ, പകുതിക്ക് താഴെ. അപ്പോൾ ആരൊക്കെയോ പാസ്സായി, മറ്റുള്ള കുറേ പേര് ഫെയിലായി. അപ്പോൾ വീട്ടിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് അവരോട് നിങ്ങൾ തിരിച്ചൊന്നുമേ പറയരുത്, അവർ പറഞ്ഞ് തീർക്കട്ടെ. കാരണം അവരുടെ വിഷമമാണ് പുറത്തു വരുന്നത്. നിങ്ങൾ ഇനിയും ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാക്സിമം, കാരണം ഒരു വർഷമേ നിങ്ങൾ ഇനിമേക്കും ഇഷ്ടംപോലെ നമുക്ക് സമയമുണ്ട്. നമുക്കിപ്പോൾ ഓൾറെഡി ജൂലൈ ആയി, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കഴിഞ്ഞു. അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഏകദേശം ഒരു 6 മാസം 7 മാസം. ഇതിനോടൊക്കെ ഒരു സബ്ജക്റ്റും 2 സബ്ജക്റ്റും 3 സബ്ജക്റ്റും ഒക്കെ എഴുതാനുള്ളവർ കാണും. ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു റിസ്ക് തന്നെയാണ്. 3 ആണെങ്കിലും റിസ്ക്കാണ്, 2 എല്ലാം റിസ്ക്കാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ കഴിഞ്ഞ വർഷം പോലത്തെ ഉള്ള ഒരു ഉഴപ്പിൻ്റെ രീതിയോ ഒന്നുമേ പോരുത്. സ്വയം ഒരു തീരുമാനം ഇപ്പോൾ എടുക്കണം, ഇപ്പം. അപ്പോൾ നിങ്ങളായിരിക്കും, ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനെ തീരുമാനം എടുക്കണം, ഇല്ലയോ? ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ ഇപ്പോൾ തോന്നുന്നത് അന്നേരം തൊട്ട് ഇനി ഞാൻ പഠിക്കും എന്നുള്ള തീരുമാനം ഉറച്ചതായിരിക്കണം.
ജയിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം. മോഹൻലാൽ സിനിമയ്ക്ക് പറയുന്നുണ്ട്, ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ് എന്ന് പറയുന്നത് പോലെ ഇത് ജയിക്കാൻ വേണ്ടി എഴുതുന്ന പരീക്ഷയാണ് എന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കണം. ഉറപ്പിച്ച് ജയിച്ചിരിക്കണം. ഇതോടുകൂടി ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല. ഇത് ലാസ്റ്റ്. ഇനി നമ്മൾ വെച്ചടി മുന്നോട്ട് എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ ഉറച്ചു നിന്ന് വേണം പോകാൻ. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെയ്യേണ്ട ഒരൊറ്റ ജോലി, വേറെ ഒന്നുമേ ഇല്ല. അല്ല, നിങ്ങൾ ഒത്തിരി വേറെ ജോലികളൊന്നും ചെയ്യേണ്ട. ഉറപ്പായിട്ട് ഞങ്ങൾ പഠിച്ചിരിക്കും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ കൂടെ ഉണ്ട്. നമ്മൾ ചുമ്മാതെ കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതും ഇപ്പോൾ ഏകദേശം മനസ്സിലായി. ഇപ്പോൾ സാധാരണ ഇപ്പം ഫെയിൽഡായ കുട്ടികളൊക്കെ ലാസ്റ്റ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്തായിരുന്നു, ലാസ്റ്റ് സമയത്ത് എവിടെയെങ്കിലുമൊക്കെ യൂട്യൂബ് കാണും. നോട്ടേ ഇല്ല, അത് ഉറപ്പാണ്. ശരിയല്ലേ? മിക്കവർക്കും നോട്ട് നോക്കിയല്ല പഠിച്ചത്. ലാസ്റ്റിൻ്റെ യൂട്യൂബ് വീഡിയോസും അല്ലാതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടൊക്കെ നോക്കിയതാണ് എഴുതാൻ പറ്റുമോ എന്ന്. എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങളെ വെച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ചെന്നപ്പോഴാണ് താണ്ട അവിടെ കിടക്കുന്നു വലിയ നമുക്ക് പിടിച്ചാൽ പൊക്കാൻ പറ്റാത്ത വലിയ മീനുകളെ പോലെ വലുത്. ചെറിയ മീന് പിടിക്കാൻ വേണ്ടി പോയാൽ മീൻസ് എളുപ്പത്തിൽ മീനെ പിടിച്ചുകൊണ്ട് വരാമെന്നുകൊണ്ട് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അത്ര എളുപ്പമൊന്നും അല്ല ഇവനെ പൊക്കി എടുത്തുകൊണ്ട് വരാൻ. അത്രയ്ക്ക് ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരുന്നു നമ്മൾ പബ്ലിക് എക്സാമിന് വന്നിരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇനിയും നിങ്ങൾക്ക് എക്സാം അതേപടി തന്നെയായിരിക്കും. ഈസി ആക്കുന്ന പണി ഇനി എന്തായാലും കുറച്ച് നാളത്തേക്കില്ല. അപ്പം നിങ്ങൾ ഇനിയും ടഫാക്കുന്ന മീൻസ് ടഫായ പ്രോബ്ലങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള വർക്ക് ചെയ്യണം, പണി ചെയ്യണം. പണി ചെയ്താൽ ഏത് കാര്യത്തിനും പ്രയോജനം കിട്ടും. ജോലി ചെയ്യണം. നിങ്ങളുടെ ജോലി എന്താണ്? പഠിക്കുക. അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളക്ട് ചെയ്യണം പഠിക്കാനുള്ള കാര്യങ്ങൾ. അതിന് എവിടെയെങ്കിലും ഇപ്പോൾ നമുക്ക് ഒന്നുകിൽ അടുത്തുള്ള ട്യൂഷൻ, ഞാനിപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ നമ്മൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നത് എല്ലാവരും ഓൺലൈനിൽ എൻ്റെ ജോയിൻ ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. അവരിപ്പോൾ അടുത്തുള്ള എവിടെയെങ്കിലും പോയി ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പറ്റുന്നെങ്കിൽ പഠിക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഓൺലൈൻ തരുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. ഉറപ്പിച്ച് ജയിപ്പിച്ചിരിക്കും. അത് ഉറപ്പാണ്. നിങ്ങൾക്ക് അതേപോലെ വിശ്വസിച്ച് ജോയിൻ ചെയ്യാം. നമ്മൾ ഈ വർഷമല്ല തുടങ്ങിയത്. നമ്മളുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങളെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നമ്മൾ +2-ൻ്റെ ഈ ക്ലാസ്സുകളൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയതാണ്. അപ്പോൾ അതേപോലെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം കുട്ടികൾക്കും അടിപൊളിയായിട്ടുള്ള പ്രയോജനം കിട്ടിയിരിക്കും. അതിനുവേണ്ടിയുള്ള വർക്ക് അതിന് പിന്നിൽ നമ്മൾ നടത്തിയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്താൽ നിങ്ങളെ ഞാൻ ജയിപ്പിച്ചിരിക്കും. നമുക്ക് ഒരൊറ്റ സബ്ജക്റ്റിന് ഇത്രയേ ഉള്ളൂ, ഒരു സബ്ജക്റ്റിന് ഇത്രയും വെച്ചേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ 2 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ ഡബിൾ അറിയാമല്ലോ. അങ്ങനെ 1 ഇയറിന് അത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും കിട്ടും. ക്ലാസ് കിട്ടും, നോട്ട്സ് കിട്ടും, ഇൻസ്ട്രക്ഷൻസ് കിട്ടും. എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ച് തരുകയും ചെയ്യും. ഓക്കെ, അപ്പം അതൊരു ഭാഗം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജോയിൻ ചെയ്യാൻ കേട്ടോ. നമ്മുടെ നമ്പർ നമ്മുടെ സ്ക്രോൾ ബാറിലുണ്ട്. നിങ്ങൾ നോക്കി കോൾ ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള രീതി മാറ്റി ഈ എക്സാമിന് ഓരോ സബ്ജക്റ്റും പോയതിനെ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ജയിക്കാൻ വേണ്ടിയുള്ള പണി നടത്തണം. ഞാൻ പറഞ്ഞു ജയിക്കാൻ വേണ്ടിയുള്ള പണി എന്താണ്? ജയിക്കാൻ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് തിരിച്ചറിഞ്ഞ് പഠിക്കുക. എന്തായാലും ഞാൻ ജയിക്കണം എന്നുള്ളൊരു തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, വീട്ടുകാർക്ക് നിങ്ങൾ ഈ പഠിക്കുന്ന കണ്ട് ഒരു സമാധാനവും തോന്നണം. നിങ്ങൾക്ക് അത് ഇപ്പോൾ ചെയ്ത് കൊടുക്കാൻ അവർക്ക് പറ്റുള്ളൂ. വേറെ പൈസ ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് വീട്ടിൽ കൊടുക്കാനൊന്നും ആയിട്ടില്ല. ഒരൊറ്റ കാര്യം, നീ അച്ഛനും അമ്മയ്ക്കും നോക്കുമ്പോൾ ഇവൻ ഏതായാലും അടുത്ത വർഷമെങ്കിലും ജയിക്കാനുള്ള രീതിയിൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്, പഠിക്കുന്നുണ്ട് എന്നൊരു ഉറപ്പ് അവർക്ക് ദൈവാധീനം മീൻസ് എല്ലാവരും ഒന്ന് കൊടുക്കണം. കാരണം അവർ അത്രയ്ക്ക് വിഷമിച്ചിട്ടുണ്ടാവും ഈ സമയങ്ങളിൽ. ഓക്കെ, ഇപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒത്തിരി സംസാരിച്ച് കഴിഞ്ഞാൽ ബോറാണ്. എന്ത് കാര്യവും അത് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അടുത്ത കാര്യങ്ങളോട്ടൊക്കെ ഇങ്ങനെ വരും. പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകളൊക്കെ തരും. ഓക്കെ, എല്ലാം തരും മാക്സിമം. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. ക്ലാസ്സുകളൊക്കെ വരുന്നത് നോക്കി പഠിക്കുക. എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നോ അതെല്ലാം പഠിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞു ഒത്തിരി വേസ്റ്റ് ആയി പഠിക്കരുത്. നല്ല ക്വാളിറ്റി ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ സ്പീച്ച് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സ് അങ്ങോട്ട് ഓരോ ദിവസം കൂടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.